ഇപ്പോൾ ഇസ്രായേലികൾ എന്ന പേരിൽ കുറച്ചാളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ 1948 ഒരു ജൂതരാട്ടം പണിതു. മെയ് 14. അവർ ഇപ്പോൾ ഇസ്രായേലികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. എങ്ങനെയാണ് അവർ ഇസ്രായേലികളാവുക? ബ്രിട്ടനിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ജർമ്മനിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒക്കെ കയറി വന്നവർ എങ്ങനെയാണ് അവർ ഇസ്രായേലികളാവുക? അവരുടെ വേരുകളുള്ളത് യാഫത്തിലാണ്. യാഫത്തിന്റെ പരമ്പരയിൽ ഇസ്രായേലികൾ പോയില്ല. ഇസ്രായേലികൾ യാക്കൂബ് നബിയുടെ മക്കളാണ്. യഥാർത്ഥ ഇസ്രായേലികൾ എന്നാൽ ഇന്നത്തെ ഫലസ്തീനികളാണ്. അപ്പോൾ ഇന്ന് ഇസ്രായേലികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും ഭീമമായ അപകടമാണ്, അബദ്ധമാണ്, തെറ്റാണ്. ഞാൻ ലോകത്തോട് ചോദിക്കുകയാണ്, ഇന്നത്തെ നാം ടെല്ലവീവിലും യാഫയിലും കാണുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിലെ 77.2% ആളുകൾ എങ്ങനെയാണ് ഇവർ ഇസ്രായേലികളാവുക? അവർക്ക് ഇസ്രായേലികൾ എന്ന് പറയാൻ എന്ത് അവകാശമാണുള്ളത്? അവർ യൂറോപ്പിന്റെ ഭാഗങ്ങളിൽ നിന്ന് കയറി വന്നവരാണ്. കൃത്യമായും അവരുടെ വേരുകൾ അന്വേഷിച്ചാൽ എത്തിച്ചേരുക യാഫത്തിലാണ്. മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 മക്കൾ ഉണ്ടായിരുന്നു പ്രളയത്തിന് ശേഷം. അതിൽ ഒരാൾ ഹാം, ഒരാൾ സാം, ഒരാൾ യാഫത്ത്. ഹാമിൽ നിന്ന് സുഡാനികളുണ്ടായി, കറുത്ത വർഗക്കാരും ആഫ്രിക്കക്കാരും ഉണ്ടായി. സാമിൽ നിന്ന് ഏഷ്യക്കാരുണ്ടായി. യാഫത്ത് നേരെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. അദ്ദേഹം എത്തിപ്പെട്ടത് മധ്യധരണിയായിരിക്കും അപ്പുറത്താണ്, അറ്റ്ലാന്റിക്കിനും അപ്പുറത്താണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബം വളർന്നു. അവരാണ് യാഫസികൾ എന്നറിയപ്പെടുന്നത്. ഒരു നിലക്ക് അവരാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൂറോപ്യൻസും മംഗോളിയൻസും അടക്കമുള്ള ഒരു ജനത. ആ ജനതയാണ് പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ അവരാണ് ഇസ്രായേലികളാണെന്ന് സ്വയം വിശേഷിപ്പിച്ചു വരുന്നത്. ഒരിക്കലും അവർക്ക് ഇസ്രായേലികൾ എന്ന് പറയാനുള്ള അടിസ്ഥാന അവകാശമില്ല. അപ്പോൾ ഇന്നത്തെ ഇസ്രായേലികൾ എന്ന് പറയുന്നവർ തന്നെ സത്യത്തിൽ ആട്ടിൻ തോലളിഞ്ഞ ചെന്നായ്ക്കളാണ്. ഫലസ്തീനികളുടെ ചരിത്രം എന്താണ്? അവർ ആയിരക്കണക്കായ വർഷങ്ങളായി ആ മണ്ണിൽ വേരുള്ളവരാണ്. ആയിരക്കണക്കായ വർഷങ്ങളായി അടിസ്ഥാനപരമായി അവർ ഇസ്രായേലികൾ തന്നെയാണ്. ഫലസ്തീനികളെയും ഇന്നത്തെ ഇസ്രായേലികളെയും കണ്ടാൽ തന്നെ തിരിച്ചറിയില്ല. വലിയ കേമന്മാരായ കാനൂ മൗസൂഫീന ബിൽ ജമാലി വൽ കമാൽ. ഒത്ത മനുഷ്യരാണ് അവർ. ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ ഒരു ഒത്ത മനുഷ്യരാണ്. നല്ല അതിമനോഹരമായ സൗന്ദര്യവും മനോഹരമായ അഴകുമുള്ളവരാണ്. നിങ്ങൾ ഫിസിക്കലായും ഒരു ഇസ്രായേലിയെയും ഒരു പലസ്തീനിയെയും പരിശോധിക്കുക. നിങ്ങൾ ഇന്ന് സ്കോട്ട്ലൻഡിൽ നിന്നോ ജനീവയിൽ നിന്നോ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നോ കയറി വന്ന ഇന്നത്തെ ആധുനിക ഇസ്രായേലിയെയും ഇപ്പോൾ ബന്ദിയാക്കപ്പെട്ട പാവപ്പെട്ട ഫലസ്തീനിയെയും നിങ്ങൾ രണ്ടുപേരെയും ഫിസിക്കലായി പരിശോധിക്കുക. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകാൻ മകളാകാൻ യോഗ്യയോ ആരാണ് ആ കൂട്ടത്തിൽ? അതായത് ഒന്ന്, അവർക്ക് പുരുഷത്വത്തിന്റെയും സ്ത്രൈണതയുടെയും സമ്പൂർണതയുണ്ടായിരുന്നു. നല്ല കരുത്തുള്ള അഴകവർക്കുണ്ടായിരുന്നു. മനോഹരമായ അഴകും പൂർണ്ണതയും. മൗസൂഫീന ബിൽ ജമാലി വൽ കമാൽ മഅന്നഹും അബ്നാഉ റജുലിൻ വാഹിദിൻ. അവർ വലിയ കഴിവുള്ള ആളുകളായിരുന്നു. ഏത് പ്രയാസകരമായ ജോലിയും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ആളുകളായിരുന്നു. പട്ടിണിയിലും പരിവട്ടത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞുകൂടിയിട്ടും ഫലസ്തീനിയുടെ ഫിസിക്കലായ കഴിവും ഒരു ഇസ്രായേലിന്റെ കഴിവും എടുത്ത് വേറിട്ട് പരിശോധിക്കുക. ലോകത്തിന്റെ പോലീസ് മേധാവിയായി അമേരിക്കയും അമേരിക്കയുടെ സർവ്വസന്നാഹങ്ങളും അവരുടെ പോറ്റുകുട്ടിയായി ഇസ്രായേലിനെ വളർത്തിയിട്ട് ഇസ്രായേലിന് വേണ്ട എല്ലാവിധ വെപ്പൺസിന്റെ സൗകര്യവും ചെയ്തു കൊടുത്ത് ആയുധ കൂമ്പാരങ്ങൾ കൊണ്ട് ഇസ്രായേലിന് കാവലായി നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഫിസിക്കലായി ഏറ്റുമുട്ടിയാൽ ഒരു ദിവസത്തെ വൈകുന്നേരമാക്കാൻ അവർക്ക് കഴിയില്ല. അത്രയും കരുത്തുള്ളവരാണ് ഫലസ്തീനി. എന്തുകൊണ്ട്? മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി എന്ന് പറയാൻ യോഗ്യ ഫലസ്തീനികളാണ്. ഒന്ന്, ഇസ്രായേലികൾ എന്ന് പറയാനുള്ള അവകാശം ഫിസിക്കലായി അവർക്കില്ല. രണ്ട്, ചരിത്രപരമായി ആയിരക്കണക്കായ വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർ ഇന്നത്തെ ഫലസ്തീനികളാണ്. ആയിരക്കണക്കായ വർഷങ്ങളായി. പക്ഷേ ഈ രണ്ടാളുടെ കയ്യിൽ മഹത്തായ ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച ഇന്ന് ഇസ്രായേലികൾക്കുണ്ടോ? ഇന്നത്തെ അഭിനവ ഇസ്രായേലികൾക്ക് എന്നല്ല ശുദ്ധമായൊരു വേദഗ്രന്ഥം അവരുടെ കയ്യിലുണ്ടോ?
AD 2-ാം നൂറ്റാണ്ടിലാണ് ഹർഡിയൽ ചക്രവർത്തി അവരെ നിലംപരിശാക്കിയ കാലഘട്ടത്തിൽ അവർ ബാബിലോണിയയിൽ നിന്ന് എഴുതിയുണ്ടാക്കിയതാണ് ഇന്ന് അവരുടെ കൈവശമുള്ള തെൽമൂദ് എന്ന ഗ്രന്ഥം. തെൽമൂദിനെയാണ് ഇന്ന് ഇസ്രായേലികൾ ആശ്രയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു പ്രവാചകൻ തെൽമൂദ് ഏൽപ്പിച്ചതാണോ? തെൽമൂദ് എന്ന് ഇന്ന് അവരുടെ കൈവശമുള്ള ഗ്രന്ഥത്തിന് ദാവൂദ് നബിയുമായി വല്ല ബന്ധവുമുണ്ടോ? ഇപ്പോൾ സുലൈമാനി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പിടുത്തം കൂടുകയാണ്. സുലൈമാനി ക്ഷേത്രം എന്ന പേരിൽ സുലൈമാൻ ഞങ്ങൾക്കൊരു ക്ഷേത്രം ഉണ്ടാക്കി തന്നിരുന്നു, അത് തിരിച്ചു കിട്ടലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പരിശുദ്ധ ജെറൂസലേമിനെ നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന ജൂതന്മാർ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ കൈവിലുള്ള വേദഗ്രന്ഥമായി അവർ കൊണ്ടു നടക്കുന്നതാണല്ലോ തെൽമൂദ്. തെൽമൂദ് എന്ന വേദഗ്രന്ഥം അവർ ഉണ്ടാക്കുന്നത് AD 2-ാം നൂറ്റാണ്ടിലാണ്. AD 2-ാം നൂറ്റാണ്ടിൽ ജൂതന്മാരുടെ പ്രവാചകൻ ആരായിരുന്നു? ജൂതന്മാരുടെ പ്രവാചകൻ എന്ന് പോയിട്ട് AD 2-ാം നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പ്രവാചകൻ ഉണ്ടായി ചരിത്രപരമായി തെളിയിക്കാൻ ഇവർക്ക് കഴിയുമോ? പിന്നെ എങ്ങനെ ഇത് വേദഗ്രന്ഥമാകും? താനീ കള്ളത്തരം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള തൗറാത്ത് എന്ന വേദഗ്രന്ഥമുണ്ടല്ലോ, ആ വേദഗ്രന്ഥത്തെ അവർ കാറ്റിൽ പറത്തി. ഇപ്പോൾ അവരുടെ കൈവശം അവർ വെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഗ്രന്ഥമാണ് വേദഗ്രന്ഥം എന്ന പേരിൽ അവർ കൈവശം വെച്ച് നടക്കുന്ന ഗ്രന്ഥമാണ് തെൽമൂദ്. ജൂതന്മാർ പറയട്ടെ, എന്നാ തെൽമൂദ് ഉണ്ടായത്? AD 2-ാം നൂറ്റാണ്ടിൽ. ജൂതന്മാരുടെ അടിസ്ഥാന പ്രവാചകൻ മൂസയല്ലേ അലൈഹിസ്സലാം? മൂസയുടേതാണോ തെൽമൂദ്? ഏത് ജൂത ചരിത്രത്തിൽ വന്ന ഏത് ഇസ്രായേലി പ്രവാചകനാണ് ഈ തെൽമൂദുമായി ബന്ധമുള്ളത്? തെൽമൂദ് അവരെ ഒരു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തെൽമൂദ് എന്ന ഒരു ഗ്രന്ഥത്തെ അവർ എഴുതിയുണ്ടാക്കുന്ന കാലത്ത് ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പ്രവാചകനെ കാണിക്കാൻ കഴിയും. അപ്പോൾ ഇത് ശുദ്ധമായ ഭോഷ്കാണ്, താന്തോന്നിത്തരം എന്ന് പറയാം. അള്ളാഹുവിന്റെ പേരിൽ അവർ വചനങ്ങൾ കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരു ജനതക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ക്ഷണികമായ ചില നേട്ടങ്ങളൊക്കെ അത് കാണിക്കും, അതിന് നിലനിൽക്കാൻ കഴിയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി വന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ദാസ് ക്യാപിറ്റലിലൂടെയും മാനിഫെസ്റ്റോയിലൂടെയും കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അവർ അധികാരത്തിൽ വന്നു. പിൻഗാമികൾ വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ. ഒരു നൂറ്റാണ്ട് തേക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾക്ക് അതിന്റെ ദൗർബല്യങ്ങൾ ഉണ്ടാകും. ത്രികാലജ്ഞാനങ്ങളുടെയും അതീതനാണ് പടച്ചുതമ്പുരാൻ. അവന്റെ സന്ദേശമാണ് ദൈവിക സന്ദേശം, അത് പരാജയപ്പെടില്ല. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ഗൗരവമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ജൂതന് വേണ്ടി വാദിക്കുന്ന എഴുത്തുകാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പഠന വിധേയമാക്കുക. വെപ്പൺസിന്റെ കരുത്ത് കൊണ്ട് മാത്രമാണ് അവർ ലോകത്തെ ഭയപ്പെടുത്തി നിർത്തുന്നത്. ഉരുളൻ കല്ലുകളല്ലാതെ ഒന്നും കൈവശമില്ലാത്ത പാവപ്പെട്ട ഫലസ്തീനികൾ എന്നിട്ടും ഏകദേശം 5-6 പതിറ്റാണ്ടുകൾക്കധികമായി 6-7 പതിറ്റാണ്ടുകൾക്കധികമായി അവരോട് എതിരിട്ടുകൊണ്ടേ നിൽക്കുകയാണ്. കയ്യിൽ ഉരുളൻ കല്ലല്ലാതെ ഒന്നും അവർക്കില്ല. ജെറൂസലേമിന്റെ മേലൊരധികാരം ജൂതന്മാർക്കുണ്ടെന്ന് തെളിയിക്കാൻ ചരിത്രപരമായോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലായ അവരുടെ സാധ്യതകൾ വെച്ചോ അവരുടെ അടിത്തറയുടെ വേരുകൾ വെച്ചോ അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥങ്ങൾ വെച്ചോ ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇത് ശുദ്ധമായ ചതിയാണ്, ഇത് തികഞ്ഞ ചതിയാണ്. ഇനിയിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതികാരത്തെ കുറിച്ചാണ്. ഞാൻ അങ്ങനെ പറയാം. ശരി, മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ജൂതന്മാർക്കുണ്ടോ? എന്നെങ്കിലും മുസ്ലിങ്ങൾ ചരിത്രത്തിൽ ജൂതന്മാരെ ആക്രമിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും? പ്രതികാരദാഹികളാണെങ്കിൽ അവർ യുദ്ധം ചെയ്യേണ്ടത് റോമിനോടല്ലേ? റോമക്കാർ പലപ്പോഴും ജൂതന്മാരെ ആക്രമിച്ചിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇത് പ്രതികാരവുമല്ല, ഇത് പാവപ്പെട്ട ഒരു ജനതയുടെ മേൽ കുതിര കയറുകയാണ്. പേനയെടുത്ത് എഴുതിയ പോലെ സാഹിത്യകാരൻ പഠിക്കണം ചരിത്രം. സാഹിത്യകാരന്മാരെന്ന പേരിൽ പേനയുന്നവരുണ്ട് ജൂതന്മാർക്ക് വേണ്ടി ലോകത്ത്. മലയാളത്തിലുമുണ്ട്. പക്ഷെ നീ പഠിക്ക ചരിത്രം. ഞാൻ ചോദിച്ച ചോദ്യത്തെ അഭിമുഖീകരിക്ക്. പ്രതികാരമാണ് ജൂതന്മാരുടെ. ശരി, പ്രതികാരമാണെങ്കിൽ ശരി. പ്രതികാരം ചെയ്യേണ്ടത് ആരോടാണ്? ദ്രോഹിച്ചവരോടല്ലേ? പ്രതികാരമാണ് ജൂതന്മാര് ചെയ്യുന്നതെങ്കിൽ പ്രതികാരം ചെയ്യേണ്ടത് ആരോടാണ്?
ഛിന്ന ഭിന്നമാക്കി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ജൂതന്മാരെ അയച്ചത് ആരാണ്? ഹെർഡിയാൽ, അയാൾ റോമക്കാരനല്ലേ? ഒന്നുമല്ലാതാക്കിയത് ആരാണ്? നെബൂഖദ്നേസർ, അയാൾ ബാബിലോണിയല്ലേ? അവരെ ആക്രമിച്ചവരെല്ലാം അവരല്ലേ? ബാബിലോണിയക്കാരും അസീറിയക്കാരുമാണ് പലപ്പോഴും ഇവരെ അടിമകളാക്കിയിട്ടുള്ളത്. എന്നെങ്കിലും മുസ്ലിം സമുദായം ജൂതന്മാരെ അടിമകളാക്കിയിട്ടുണ്ട്? ചരിത്രത്തിൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്നല്ലാതെ. AD 634 ബൈത്തുൽ മുഖദ്ദസിലേക്ക് കഴുതപ്പുറത്ത് വരികയാണ് മഹാനായ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് അവിടെ ഭരണാധികാരിയായിരുന്ന ക്രിസ്തീയ വംശജനായ നഫ്രാസിയോസ് പാതിരി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ജെറൂസലേം പട്ടണത്തിന് അധികാരമേൽപ്പിക്കുകയാണ്. ചരിത്രം കണ്ട അത്ഭുതകരമായ രംഗം. അന്ന് നഫ്രാസിയോസ് പാതിരിക്കും കൂടെയുള്ള ആളുകൾക്കും ഒരു അപേക്ഷയാണ് ഉമർ ബിൻ ഖത്താബിനോട് ചെയ്യാനുണ്ടായിരുന്നത്. ചരിത്രം പഠിച്ചു നോക്ക്. എന്താ പറഞ്ഞത്? ഒരിക്കലും ജൂതന്മാരെ ജെറൂസലേം പട്ടണത്തിലേക്ക് അടുപ്പിക്കരുത് എന്നാണ് ഞങ്ങളുടെ കൃത്യമായ ഒരു നിബന്ധന. ആരാ പറയുന്നത്? നഫ്രാസിയോസ് പാതിരി. അടിസ്ഥാനപരമായി അയാൾ റോമക്കാരനല്ലേ? മറ്റൊരു മതവിശ്വാസത്തിന്റെ അധ്യക്ഷനല്ലേ? ഒരു നേതാവല്ലേ? ചരിത്രം തങ്കലിപികളാൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ അതേ വാക്ക് AD 7-ാം നൂറ്റാണ്ടിൽ 634 ക്രിസ്തീയ പുരോഹിതന്മാർ ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, ജൂതന്മാരെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ നാട്ടിലെ അധികാരം നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ യോഗ്യനാണ്, നിങ്ങൾ നീതിമാനാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഒരിക്കലും ജൂതന്മാരെ ജെറൂസലേം പട്ടണത്തിൽ കയറ്റരുത്. അവർക്കിവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കരുത് എന്ന് മാത്രമല്ല, അങ്ങയുടെ ഭരണത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവർക്ക് സ്വൈരവിഹാരം നടത്താൻ അവസരം നൽകരുത്. എന്തുകൊണ്ടെന്നാൽ ജൂതന്മാർ സർവനാശികളാണ്. ഇതേ വാക്ക് പിന്നീട് അഡോൾഫ് ഹിറ്റ്ലർ 20-ാം നൂറ്റാണ്ടിന്റെ 1-ാം ഉത്തരാർദ്ധത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മെയിൻ കാംഫ്. എടുത്തൊന്ന് പരിശോധിച്ചു നോക്ക്. ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും ഞാൻ കൊലപ്പെടുത്തുന്നത് എന്തിന് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാം. ആരാ പറയുന്നത്? മുസ്ലിം അല്ല, അഡോൾഫ് ഹിറ്റ്ലർ. അയാൾ ആരാ? ആര്യൻ. അപ്പോൾ ജൂതന്മാർക്ക് ശത്രുത വേണ്ടത് ആര്യന്മാരോടല്ലേ? ലോക ചരിത്രത്തിൽ എന്തെങ്കിലും ജൂതന്മാരെ മുസ്ലിമീങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്? പിന്നെ ഇതിന് പ്രതികാരം എങ്ങനെ പറയും? എന്തായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നഫ്രാസിയോസ് പാതിരി എന്ന ഭരണാധികാരിയോട് പറഞ്ഞത്? അങ്ങനെ ഒരു തീരുമാനം വെക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ രാജ്യത്ത് എവിടെയെങ്കിലും ജൂതന്മാർക്ക് പാർക്കാൻ അവസരം കൊടുക്കില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യന് സൗര്യമായി ജീവിക്കാൻ അവസരം ഞാൻ തരില്ല എന്ന് പറയാൻ അത് എന്നെ മുത്തറസൂലുള്ള പഠിപ്പിച്ച നീതിക്കെതിരാണ്. അങ്ങനെ ഞാൻ കരാറ് ചെയ്തു തരില്ല. അപ്പോൾ നഫ്രാസിയോസ് പാതിരി വാശി പിടിച്ചു, ശരി, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ എവിടെയെങ്കിലും, നിങ്ങളുടെ സാമ്രാജ്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും അവർക്ക് അധികാരം കൊടുത്തോളൂ. പക്ഷെ ജെറൂസലേമിൽ ഞങ്ങൾക്കുള്ള സൗകര്യം അവർക്കുണ്ടാകരുത്. ജെറൂസലേമിൽ ഞങ്ങൾക്കുള്ള അധികാരം അവർക്കുണ്ടാകരുത്. ജെറൂസലേമിൽ ഒരു ക്ഷേത്രം പണിയാൻ അവർക്ക് അവസരം കൊടുക്കരുത്. ആരാണ് കരാർ ചെയ്തത്? നഫ്രാസിയോസ് പാതിരി, റോമക്കാരനായ നഫ്രാസിയോസ് പാതിരി. ആരുടെ മുന്നിൽ? ഉമർ ബിൻ ഖത്താബിന്റെ മുന്നിൽ. ചരിത്രമല്ലേ, പഠിക്കേ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐലാത്ത് എന്ന മഹാ ഒരു പ്രദേശം എന്റെ കയ്യിലുണ്ട്, ഞാൻ അവർക്ക് ഐലാത്ത് നൽകും. ആയിക്കോട്ടെ, നിങ്ങൾ ഐലാത്ത് നൽകിക്കോളൂ, ഐലാത്ത് നിങ്ങൾ നൽകിക്കോളൂ. പക്ഷെ ജെറൂസലേം ഞങ്ങളുടേതാണ്. ജെറൂസലേമിൽ നൂറ്റാണ്ടുകളായ അധികാരികൾ ഞങ്ങളാണ്. ജൂതന്മാരുടെ അക്രമവും ജൂതന്മാരുടെ കിരാത വാഴ്ചയും അവരുടെ തോന്യാസവും പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്രിസ്തീയ ദേവാലയമേത ചർച്ച് ഓഫ് നാറ്റിവിറ്റി. ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ട കുരിശുപള്ളികളിൽ പ്രധാനപ്പെട്ടതാണല്ലോ AD 4-ാം നൂറ്റാണ്ടിലെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി. ചർച്ച് ഓഫ് നാറ്റിവിറ്റിയുടെ കവാടത്തിൽ ഒരാൾക്ക് കുനിഞ്ഞ് കിടക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ? എന്തുകൊണ്ടാണ് ഒരാൾക്ക് നിവർന്നു കിടക്കാൻ കഴിയാത്തത്? 12,000 ചതുരശ്ര മീറ്ററാണ് ചർച്ച് ഓഫ് നാറ്റിവിറ്റി. വിശാലമായ പള്ളിയാണ്, വിശാലമായ ചർച്ചാണത്. ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ സഭകൾക്കും അവിടെ പ്രത്യേകമായ ഏരിയകളുണ്ട്. കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലാനയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഹെലാനയുടെ സ്മാരകങ്ങളും അവിടെയുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെയൊക്കെ പോകാനുള്ള അവസരം പഠിച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്.
ആ ചർച്ചിന്റെ ഭരണമടക്കം AD 634 ക്രിസ്തീയ സമൂഹം ഉമർ ഇബ്നുൽ ഖത്താബിനെ ഏൽപ്പിച്ചു. ഇന്നും ആ ചർച്ചിന്റെ പോലീസുകാർ മുസ്ലിമീങ്ങളാണ്. അതേ സമയത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് രണ്ടാൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഒരാൾക്കേ കിടക്കാൻ കഴിയും. എന്താ കാരണം? പലതവണയായി മജൂസികളുടെ സഹായത്തോടുകൂടെ ജൂതന്മാർ ആ ദേവാലയത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിയോസ് പാതിരി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ വലിയ കവാടം എന്ത് ചെയ്തു? ചെറുതാക്കി. എന്തുകൊണ്ട്? എപ്പോഴും ജൂതന്റെ ആക്രമണം പ്രതീക്ഷിക്കാം. AD 6-ാം നൂറ്റാണ്ടിൽ ജൂതന്മാർ എന്ത് ചെയ്തു? ചർച്ച് ഓഫ് നേറ്റിവിറ്റി ആക്രമിച്ചു. ആയിരക്കണക്കായ ക്രിസ്ത്യാനികളെ അവർ കൊലപ്പെടുത്തി. എവിടെ? ബത്ലഹേമിൽ. സമാനമായ ഒരു ചരിത്രം ലോകത്തിലാൾക്ക് മുസ്ലിമീങ്ങളെ മേൽ പറയാൻ കഴിയും. ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പ്രവേശിച്ച് ഒരു മുസ്ലിമായ സാത്വികൻ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു പണ്ഡിതൻ ഫത്വ കൊടുത്തതായി കാണിക്കാൻ കഴിയും? മുസ്ലിം സമുദായം എന്നെങ്കിലും ഒരു ദേവാലയത്തെ ആക്രമിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും? ലോക ചരിത്രത്തിൽ. എന്തിനാണ് മുസ്ലിമീങ്ങളെ മേൽമേക്കെത്തി കയറുന്നത്? ഒന്നിവർ ഇസ്രായേലികളല്ല, രണ്ടിവർ അടിസ്ഥാനപരമായി ജെറൂസലേമികളല്ല, മൂന്നിവർക്ക് പ്രതികാരമാണെങ്കിൽ ആ പ്രതികാരം മുസ്ലിമീങ്ങളെ മേൽ ചെയ്യാൻ ഇവർക്ക് എന്തധികാരം? സാഹിത്യകാരന്മാരും പണ്ഡിത വിദ്യാർത്ഥികളും ചരിത്രകാരന്മാരും ചരിത്രം പഠിക്കണം. ആധുനിക അമേരിക്കകളും സ്കോട്ടിഷുകളും എഴുതി വെച്ച തോന്നിവാസം ആവർത്തിക്കുകയല്ല വേണ്ടത്. ചരിത്രം പഠിക്കാൻ തയ്യാറാകണം. മുസ്ലിം സമുദായത്തിന്റെ മേൽ എന്ത് പ്രതികാരമാണ് ഇവർക്കുള്ളത്? അപ്പോൾ ഒരു പ്രതികാരം എന്ന നിലയിൽ ചെയ്യാനുള്ള അധികാരവും അവർക്കില്ല. ജെറൂസലേം എന്ന മണ്ണിന് അവർക്ക് അധികാരവുമില്ല. ഇനി മുസ്ലിമീങ്ങളുടെ പ്രതികാരമാണെങ്കിൽ പ്രതികാരത്തിന് എന്തെങ്കിലും ഒരു അക്രമം മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുമില്ല. ഐലാത്തിൽ വാഴാനുള്ള അധികാരം ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതി ഒപ്പിട്ട് കൊടുത്തത് മുതൽ പിന്നീട് AD 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും മുസ്ലിം സമുദായം ലോകത്തിന്റെ നെറുകയിൽ യൂറോപ്പിനെ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ട് സ്പെയിൻ അധികാരികളായി. ആ 800 വർഷം മുഴുവനും ജൂതന് വേണ്ട സൗകര്യങ്ങളെല്ലാം സ്പെയിനിൽ മുസ്ലിമീങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചരിത്രമല്ലേ? അതേ കാലഘട്ടത്തിൽ ഇസ്ലാമിന് അധികാരമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ ജൂതന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? അടിമകൾ. ഇതൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്തുകൊണ്ട് ഇസ്ലാം ഒരു വംശത്തിനെതിരെ ഒന്നും ചെയ്യില്ല? ഏതെങ്കിലും ഒരു സമൂഹം നിങ്ങളുടേതല്ലെന്ന് വിചാരിച്ച് അവരെ നിങ്ങൾ മേക്കെട്ട് കയറരുത്. നിങ്ങൾ നീതി ചെയ്യണം. ഏതെങ്കിലും ഒരു സമൂഹം നിങ്ങളോട് ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവരോട് നിങ്ങൾ അനീതിയായി അക്രമം ചെയ്യാൻ പാടില്ല. നിങ്ങൾ നീതി ചെയ്യണം. അള്ളാഹുവിന്റെ ഭക്തിക്ക് ഏറ്റവും നല്ലത് നീതിയാണ്. കേവലം നിസ്കാരവും നോമ്പിന്റെയും ജടിലമായ പുറംഭാഗങ്ങളല്ല. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതിന്റെ അടിസ്ഥാനം വേറെയാണ്. AD 1516 ഒട്ടോമൻ തുർക്കികൾ ലോകത്തിന്റെ മേൽ അധികാരത്തിൽ വന്നു. ഇസ്ലാമിക സ്പെയിൻ സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ തകർന്നു പോയിരുന്നു. പക്ഷേ ഒട്ടോമൻ തുർക്കികൾ എന്ന ചില പൊൻതാരകങ്ങൾ ആ കാലഘട്ടത്തിൽ ഉദയം ചെയ്തു. ഇസ്ലാമിക സ്പെയിൻ തകർന്നതോടുകൂടെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും നശിപ്പിക്കാമെന്ന വിചാരമായിരുന്നു കാട്ടാള താല്പര്യമുള്ള ചില യൂറോപ്യൻ നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ഒട്ടോമൻ തുർക്കികൾ ലോകത്തിന്റെ മുന്നിൽ അതിശക്തരായി. ഇന്നത്തെ അമേരിക്കയുടെ ഭൂവിസ്തൃതിയേക്കാൾ എത്രയോ മടങ്ങുള്ള ഭൂവിസ്തൃതിയും അധികാരവും കരുത്തുമുള്ള രാഷ്ട്രമായിരുന്നു തുർക്കി. ഒട്ടോമൻ തുർക്കികളുടെ ശക്തി പ്രഭവ കേന്ദ്രങ്ങളുടെ ചരിത്രം പറയാതെ ഭൂമിയുടെ ചരിത്രം ഒരാൾക്ക് പറയാൻ കഴിയില്ല. അവരങ്ങോട്ട് ഉയർന്നു വന്നു ലോകത്തിന്റെ നാനാഭാഗത്ത്. അപ്പോൾ സ്വാഭാവികമായും യൂറോപ്യന്മാർക്ക് എന്തുണ്ടായി? കാലങ്ങളായി നിലനിന്നുകൊണ്ടിരിക്കുന്ന അസൂയ ജ്വലിച്ചു. ഒട്ടോമൻ തുർക്കികളെ നശിപ്പിച്ചു കളഞ്ഞാലല്ലാതെ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി. അങ്ങനെ AD 16-ാം നൂറ്റാണ്ട് മുതൽ ഒട്ടോമൻ തുർക്കികൾക്കെതിരെയുള്ള കളി യൂറോപ്യന്മാർ കളിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ഭാഗങ്ങളിലും. മാത്രമല്ല, ഇസ്ലാം വളർന്നു വന്നാൽ ലോകത്ത് നീതി ഉണ്ടാവും, ലോകത്ത് സമാധാന താല്പര്യമുണ്ടാകും. സമാധാന അഭിവാഞ്ചയിൽ ഇല്ലാത്ത ധാരാളം യൂറോപ്യൻ ഭരണാധികാരികളും മറ്റുമുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു ഇസ്ലാമിക പ്രഭവ കേന്ദ്രം, ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു നിലക്കും കഴിഞ്ഞില്ല പലർക്കും.
അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലാണ് AD 18-ാം നൂറ്റാണ്ടിൽ സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുന്നത്. നെപ്പോളിയൻ ഒരു അടിസ്ഥാനപരമായി പടിഞ്ഞാറൻ പക്ഷപാതിയായിരുന്നു. ഏഷ്യക്കാരുടെയും ആഫ്രിക്കക്കാരുടെയും സാംസ്കാരികമായ പ്രഫുല്ല കേന്ദ്രങ്ങളെ മുഴുവനും കൈവക്കുക എന്ന താല്പര്യമായിരുന്നു സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനുണ്ടായിരുന്നത്. ഫ്രാൻസുകാരനായ അദ്ദേഹം ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിനെതിരെ ഉപയോഗപ്പെടുത്താൻ നെപ്പോളിയൻ അടക്കം അസൂയയുള്ള കേന്ദ്രമായിരുന്നു തുർക്കി. പലപ്പോഴും തുർക്കിയെ നശിപ്പിക്കാൻ നെപ്പോളിയൻ ശ്രമിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചില കേന്ദ്രങ്ങളിലെല്ലാം നെപ്പോളിയന്റെ പട്ടാളം തുർക്കിയെ ആക്രമിച്ചുവെങ്കിലും അതെല്ലാം ചില കാലം കൊണ്ട് തുർക്കി തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നെപ്പോളിയന് ജയിക്കാൻ കഴിയാത്തൊരു ശക്തിയായിരുന്നു തുർക്കി. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും തുർക്കിയെ നശിപ്പിക്കാൻ നല്ലത് ജൂതന്മാരാണെന്ന് നെപ്പോളിയനെ പോലെയുള്ളവർ മനസ്സിലാക്കി. നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ ജൂതന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാൽ സ്വന്തം നാട്ടിൽ ജൂതന്മാർ വളരുന്ന താല്പര്യം നെപ്പോളിയൻ ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിൽ നെപ്പോളിയൻ ജൂതന്മാരെ വളർത്തിയില്ല. നെപ്പോളിയൻ ജർമ്മനി പിടിച്ചടക്കിയപ്പോൾ AD 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനി പിടിച്ചടക്കി നെപ്പോളിയൻ. AD 18-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയൻ ജർമ്മനി പിടിച്ചടക്കിയപ്പോൾ നെപ്പോളിയൻ എന്ത് ചെയ്തു? ലോകത്തെ അലഞ്ഞു തിരിഞ്ഞ ജൂതന്മാർക്കെല്ലാം ജർമ്മനിയിലേക്ക് അവസരം കൊടുത്തു. ഫ്രാൻസിന്റെ കീഴിൽ ജർമ്മനിയിൽ വിരുന്നുകാരെ അങ്ങനെ കയറ്റി ജൂതന്മാർ ജർമ്മനിയിൽ വളർന്നു. ഈ ജൂതന്മാരെ കൊണ്ട് യൂറോപ്യന്മാർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ജൂതന്മാർ സർവനാശകാരികളാണ്. അവർ കുതന്ത്രം ഒപ്പിക്കാൻ വലിയ മിടുക്കന്മാരാണ്. തുർക്കിയെ തകർക്കാൻ ജൂതന്മാർ ഉപയോഗപ്പെടുത്തുകയല്ലാതെ നിർവാഹമില്ല. ലോകത്തിന്റെ മുന്നിൽ ഏത് കാലഘട്ടത്തിലും ആ ഭയം കൊടുത്ത കൈകൾ വരെ കടിച്ചെടുത്തവരാണ് ജൂത ചരിത്രം. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സർവനാശകാരിയായ ജനതയെ കൊണ്ടല്ലാതെ ഓട്ടോമൻ തുർക്കികളെ സാമ്രാജ്യം തകർക്കാൻ കഴിയില്ല എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് അടക്കമുള്ള ഭരണാധികാരികൾ ആ കാലത്ത് മനസ്സിലാക്കി. ആ സന്ദർഭത്തിലാണ് ജൂതന്മാരിൽ ഹസ്കല എന്ന ഒരു സമ്പ്രദായം വരുന്നത്. ഹസ്കലയുടെ പിന്നിലും സത്യത്തിൽ നെപ്പോളിയനെ പോലെയുള്ള ആളുകളായിരുന്നു. എന്ത് ആധുനിക വിദ്യാഭ്യാസം ജൂതന്മാർക്ക് നൽകുക. 18-ാം നൂറ്റാണ്ടിൽ ആ ഹസ്കല എന്ന താല്പര്യം 18-19 നൂറ്റാണ്ടുകളിൽ വളർന്നു. ജൂതന്മാരിൽ മര്യാദക്ക് വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ ലോകത്തെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ജൂതന്മാർ നെപ്പോളിയനെ പോലെയുള്ള ഓട്ടോമൻ താല്പര്യത്തിന് വിരുദ്ധനായ ചില ഭരണാധികാരികളുടെ ഒത്താശകളാൽ അവർ ചില വിദ്യാഭ്യാസങ്ങൾ നേടിയെടുത്തു. കുതന്ത്രവും മാരണവും പഠിച്ചു. മാരണവിദ്യയുടെ ലോകത്തെ ആശാന്മാരാരാ? ജൂതന്മാർ. മാരണവിദ്യയുടെ ആശാന്മാർ ജൂതന്മാർ. ബ്ലാക്ക് മാജിക് എന്നറിയപ്പെടുന്ന മാരണവിദ്യയുണ്ടല്ലോ, ലോക ചരിത്രത്തിൽ എന്നും മാരണവിദ്യ കൊണ്ടുവന്നതാരാ? ജൂതന്മാർ. മാരണവിദ്യയുടെ പുത്തൻ ശീലങ്ങളല്ലേ ഇപ്പോൾ ലോകത്ത് പുറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇറങ്ങുന്ന പുതിയ സാഹിത്യങ്ങളുടെയും ചിത്രങ്ങളുടെയും ഫിലിമുകളുടെയും മുഴുവനും ഇതിവൃത്തം എന്താ? ബ്ലാക്ക് മാജിക്. പിൽക്കാലഘട്ടത്തിൽ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ എഴുത്തുകാരനായ ഡാൻ ബ്രൗണിന്റെ പുതിയ ഒരു പുസ്തകം പുറത്തു വന്നല്ലോ, ഡാവിഞ്ചി കോഡ്. എന്താ ഡാവിഞ്ചി കോഡിന്റെ പ്രമേയം? ബ്ലാക്ക് മാജിക്. ജൂതന്മാർ വളർന്നപ്പോൾ AD 18-19 നൂറ്റാണ്ടുകളിൽ ജൂതന്മാർ വളർന്നു. ജൂതന്മാർ 2 നിലക്കാണ് വളർന്നത്. ചരിത്രം പഠിച്ചാൽ അറിയാം, ജൂതന്മാർക്ക് ഏത് കാലത്ത് ഒരു പ്രത്യക്ഷ മുഖവും ഒരു ഗൂഢമുഖവും ഉണ്ടായിരിക്കും. പ്രത്യക്ഷ മുഖത്ത് അവർ ശാസ്ത്രകാരന്മാരാണെങ്കിൽ ഗൂഢമുഖത്ത് അവർ ബ്ലാക്ക് മാജിക്കുകളായിരിക്കും. എന്നും അങ്ങനെയാണ്. ഈ വിഷയത്തിൽ ആയിരക്കണക്കായ തെളിവുകൾ എനിക്ക് തരാൻ കഴിയും. ആയിരക്കണക്കായ തെളിവുകൾ ഈ വിഷയത്തിൽ എന്റെ കയ്യിലുണ്ട്. ആയിരക്കണക്കായ തെളിവ് നിരത്താൻ കഴിയും. ചരിത്രത്തിൽ ബ്ലാക്ക് മാജിക് ആണ് അവരെ നിലനിർത്തിയത്. ഗൂഢമായ ബ്ലാക്ക് മാജിക്, കൂടോത്രം. ആരായി കൂടോത്രത്തിന്റെ ആളുകൾ? ജൂതന്മാർ. ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രത്തിന്റെ തൊഴിലാളികൾ ആരാ? ജൂതന്മാർ. AD 18-19 നൂറ്റാണ്ടുകളിൽ അവരുടെ 2 മുഖവും വളർന്നു. പ്രത്യക്ഷത്തിൽ അവർ ശാസ്ത്രകാരികളായി, പരോക്ഷമായി അവര് കൂടോത്രത്തിന്റെ നേതാക്കന്മാരുമായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗമായപ്പോഴത്തിന് അവർ വളർന്നു. അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലോകത്തിന്റെ പല ഏരിയകളിൽ ലഭിച്ചു. പ്രത്യേകിച്ച് ഉള്ളിന്റെ ഉള്ളിൽ യൂറോപ്പിലെ ഭരണാധികാരികൾക്കും അവരോട് താല്പര്യമില്ലായിരുന്നുവെങ്കിലും ഒട്ടോമൻ തുർക്കികളുടെ രാജ്യ സാമ്രാജ്യത്തെ നശിപ്പിച്ചു കളയാൻ ഇവരെ ഉപയോഗപ്പെടുത്തണമെന്ന താല്പര്യം അവർക്കുണ്ടായിരുന്നു. കാരണം അതിന് മാത്രം ഗൂഢതന്ത്രങ്ങൾ അവർക്കറിയാമായിരുന്നു. സഹസ്രാബ്ദങ്ങളായി ഗൂഢതന്ത്രത്തെ കൈവശം വെക്കുന്ന ഒരു ജനതയാണ് അവര്. അതാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വീണ്ടും കാണുന്നത്. AD 1897 ആഗസ്റ്റ് 3-ാം തീയതി ഹംഗേറിയൻ എഴുത്തുകാരനായ തിയഡോർ ഹർട്സൽ
ലോകത്തെ ജൂത ബുദ്ധി രാക്ഷസന്മാരെ മുഴുവനും സ്വിറ്റ്സർലൻഡിലെ ബാസിലേക്ക് വിളിച്ചുകൂട്ടി. 1897 ആഗസ്റ്റ് 3-ാം തീയതി ഗൂഢതന്ത്രക്കാരനും സാഹിത്യകാരനുമായിരുന്ന തിയഡോർ ഹർട്സൽ, ഇയാളാണ് സത്യത്തിൽ ജൂതരാഷ്ട്രത്തിന്റെ പിതാവ്. എന്നാൽ ഇയാൾ ജൂതരാഷ്ട്രം കണ്ടിട്ടില്ല. ഇയാൾ AD 1906 മരിച്ചു പോയിട്ടുണ്ട്. AD 1906 മരിച്ചു ഇയാൾ. എന്നാൽ ജൂതരാഷ്ട്രത്തിന്റെ പിതാവാര തിയഡോർ ഹർട്സൽ. നമ്മുടെ രാഷ്ട്രപിതാവാര, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാര ഗാന്ധിജി. നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് വീണ്ടും 1 വർഷത്തോളം അവർ ജീവിച്ചു. എന്നാൽ ജൂതരാഷ്ട്രത്തിന്റെ പിതാവ് ജൂതരാഷ്ട്രം ഉണ്ടാകുന്നതിന് 42 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. എന്നിട്ടും രാഷ്ട്രത്തിന്റെ പിതാവ് ആര്? തിയഡോർ ഹർട്സൽ തന്നെ. എന്തുകൊണ്ട്? തിയഡോർ ഹർട്സലാണ് സാക്ഷാൽ സിയോണിസം എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത്. AD 1897. എന്തായിരുന്നു താല്പര്യം? താല്പര്യം ഓട്ടോമൻ സാമ്രാജ്യം നശിപ്പിച്ച് കയ്യിൽ കൊടുക്കും. ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ അസൂയാലുക്കളായ ചില ഭരണാധികാരികൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യം നശിച്ചു കാണുക. ഓട്ടോമൻ സാമ്രാജ്യം നശിച്ചു കണ്ടാൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന പരിശുദ്ധമായ ഖുദ്സ് മണ്ണ് നിങ്ങൾക്ക് നൽകും. അതിനുവേണ്ടി ജൂതന്മാർ പണിയെടുക്കുകയും അമേരിക്കയും ബ്രിട്ടനും ഒത്താശ ചെയ്യുകയും ചെയ്തു. സിയോണിസം ഉണ്ടായി. സിയോണിസത്തിന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. AD 18-19 നൂറ്റാണ്ടുകളിൽ ജൂതന്മാർക്ക് വലിയ പുരോഗതി കൈവശം വന്നിട്ടുണ്ടെങ്കിൽ സിയോണിസം അതിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളർന്ന രാജ്യങ്ങളിൽ തന്നെ ചില നാശപ്രവർത്തനങ്ങൾ അത് ചെയ്തു. ആ തിരിച്ചറിവാണ് സത്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് ഉണ്ടായിട്ടുള്ളത്. ഹിറ്റ്ലർ ചെയ്ത തെറ്റല്ലേ? 100% തെറ്റായിരുന്നു. എന്തുകൊണ്ടൊരു സമൂഹത്തെ അങ്ങനെ കൊല ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗ്യാസ് ചേംബറിലിട്ട് ലക്ഷക്കണക്കായ ആളുകളാണ് ഹിറ്റ്ലർ കൊന്നത്. അതേ സമയത്ത് ഹിറ്റ്ലർ കൊന്നപ്പോൾ ഹിറ്റ്ലറുടെ കൂടെ ഒരു മുസ്ലിം ഇല്ലല്ലോ, ഒരു പലസ്തീനി ഇല്ലല്ലോ, ഒരു മുസ്ലിം ഉണ്ടായിരുന്നു ഹിറ്റ്ലർ സഹായിയായിട്ട്. ചരിത്രം കണ്ട ഏറ്റവും വലിയ നരവേട്ട ജൂതന്മാരെ നടത്തിയത് ഒന്ന് ബാബിലോണിയക്കാരും അസീറിയക്കാരുമാണ്, ഒന്ന് ജർമ്മനിക്കാരനായ അഡോൾഫ് ഹിറ്റ്ലറാണ്, ഒന്ന് റോമക്കാരനായ ഹർഡിയാലാണ്. അപ്പോൾ അവർ പ്രതികാരം വീട്ടതേണ്ടത് ആരോടാണ്? ഒന്നിരിക്കൽ അസീറിയക്കാരും ബാബിലോണിയക്കാരുമായ ആളുകളോട്. അല്ലെങ്കിൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തം അവർ ഏറ്റുവാങ്ങാൻ കാരണക്കാരനായ ജർമ്മനിക്കാരോട്. അവരെ ഗ്യാസ് ചേംബറിലിട്ട് കൊലപ്പെടുത്തിയ കക്ഷിയുണ്ടല്ലോ, നാസി കക്ഷി. ആ നാസി കക്ഷി മരിച്ചെടുത്തെന്ന് വീണ്ടും ജീവിച്ചു. ഇപ്പോൾ നവനാസിസമുണ്ട് ജർമ്മനിയിൽ. അതായത് ജൂതന്മാർക്ക് കൊടുത്തത് പോരാ എന്ന് വാദിക്കുന്നവരാണ് നവനാസിസം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വെപ്പൺസ് അവരുടേതല്ലേ? അധികാരം അവരുടേതാണ്, ആയുധം അവരുടേതാണ്, ശക്തി അവരുടേതാണ്. ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും ജൂതന്മാർ ജർമ്മനിയോട് യുദ്ധം ചെയ്തോ? ജർമ്മൻ ഭരണാധികാരികളോ? അന്നും ക്യാപിറ്റലിസ്റ്റുകൾ, ഇന്നും ക്യാപിറ്റലിസ്റ്റുകൾ. എന്നെങ്കിലും എന്താ ഇതിന്റെ പിന്നിലൊക്കെയുള്ള താല്പര്യം? ചരിത്രത്തിന്റെ വൈപരീത്യം എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയുന്നത്? ഗ്യാസ് ചേംബറിലിട്ട് കൊന്നിട്ട്, ലക്ഷക്കണക്കായ ജൂതന്മാരെ കൊന്നിട്ട് അന്നതിന് അകമ്പടി സേവിച്ച ആര്യ സമൂഹത്തിന്റെ ബാക്കി ഇന്നും അവിടെയില്ലേ? നാസിസം വീണ്ടും ജർമ്മനിയിൽ പുനർജനിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തും 21-ാം നൂറ്റാണ്ടിലും ഏറ്റവും വലിയ വളർച്ചയാണ് നവനാസിസത്തിന് ജർമ്മനിയിലുള്ളത്. നാസിസത്തിന്റെ അടിസ്ഥാനം എന്താ? ആര്യായിസം കാര്യമായി ശത്രുവാക്കി വെച്ചതാരെയ? ജൂതന്മാരെ. എന്തെങ്കിലും നവനാസിസത്തിനെതിരെ ഒരു വാക്കുച്ചരിച്ചതായി ജൂതന്മാരെ ചരിത്രത്തിൽ കാണുന്നുണ്ടോ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ? സിയോണിസത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം തകർക്കുക. ഓട്ടോമൻ സാമ്രാജ്യം തകർക്കേണ്ട ആവശ്യം എന്തായിരുന്നു ജൂതന്മാർക്ക്? എന്നെങ്കിലും ഓട്ടോമൻ ഭരണാധികാരികൾ ജൂതന്മാരെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല നിലക്ക് പോകുന്ന നന്മയെ ഇല്ലാതെയാക്കുക, അക്രമികളുടെ കൂടെ നിന്ന് കൊടുക്കുക. ഇതൊക്കെ അത്ഭുതകരമായ ചരിത്രമാണെന്ന് പഠിക്ക്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഗൗരവമായി ചരിത്രം പഠിക്കണമെന്ന് പറയുകയാണ്. ഒരു മതത്തിന് ആ മതത്തിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്. ക്രിസ്തീയ സമൂഹം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തോട് താതാത്മ്യപ്പെട്ട ഒരുപാട് ചരിത്രം മുസ്ലിം സമുദായത്തിനുണ്ട്. ആ സമൂഹം മുസ്ലിമീങ്ങൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായി യോജിച്ച് വർത്തിച്ചു പോന്നിട്ടുണ്ട്. ആ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഇത് ചിന്തിക്ക്. ഇബ്രാഹാമിന്റെ ചരിത്രം അല്ലേ ബൈബിൾ പറയുന്നത്? ഇബ്രാഹാമിന്റെ മക്കളെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കേണ്ടത് ജൂതന്മാരെയാണോ? ഇന്നത്തെ ജൂതന്മാരെന്ന് പറഞ്ഞ് ബ്രിട്ടനിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കയറി വന്ന ആരെങ്കിലും എബ്രാഹാമിന്റെ മക്കളാണോ? അവർ യാഫത്തിന്റെ മക്കളല്ലേ? അവർ യാഗോഗ് മാഗോഗ് അല്ലേ? ബൈബിൾ പറഞ്ഞിട്ടില്ലേ? ബൈബിൾ പഴയ നിയമം പറഞ്ഞിട്ടില്ലേ? നോഹയുടെ 3 മക്കളിൽപ്പെട്ട യാഫത്തിന്റെ മക്കളാണ് യൂറോപ്യന്മാരെന്ന് ബൈബിളിലില്ലേ?
ഏഷ്യൻ ആഫ്രിക്കയിൽ രാജ്യങ്ങളിൽ കാണുന്ന അറബികളും ഫലസ്തീനികളും അവരാരാ? ഒന്ന് ഇസ്ഹാഖിന്റെ മക്കൾ, ഒന്നോ ഇസ്മായിലിന്റെ മക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഞാൻ അനീതിയൊന്നും ചെയ്തു തരണ്ട, ഫലസ്തീനികളുടെയും അറബികളുടെയും കൂടെ നിൽക്കണ്ട. ബൈബിളിനോടുള്ള ഒരു ബാധ്യത ക്രിസ്തീയ സമൂഹത്തിനില്ലേ? അത് ബൈബിളിനോടുള്ള ബാധ്യതയല്ലേ? ഞാൻ വളരെ താഴ്മയായ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ സംസാരിക്കുകയാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ ക്രിസ്തീയ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങളോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ബൈബിളിന്റെ ചരിത്രം പഠിച്ചാൽ യൂറോപ്യന്മാരെ എപ്പോഴെങ്കിലും ബൈബിൾ മിത്രമാക്കിയിട്ടുണ്ടോ? ചരിത്രത്തിൽ എന്തെങ്കിലും? എന്തായിരുന്നു യാഫത്തിന്റെ മക്കളുടെ ചരിത്രം? പഴയ നിയമത്തിലില്ലേ അവർ നാശകാരികളും കുഴപ്പക്കാരുമായിരുന്നു? അപ്പോൾ ചരിത്രപരമായി ക്രിസ്തീയ സമൂഹത്തിനൊരു ബാധ്യതയില്ലേ അറബികളുടെ കൂടെ നിൽക്കാൻ? ചരിത്രപരമായ ഒരു ബാധ്യത ക്രിസ്തീയ സമൂഹത്തിനില്ലേ ഫലസ്തീനികളുടെ കൂടെ നിൽക്കാൻ? ഇസ്രായേലികളുടെ കൂടെയാണോ നിൽക്കേണ്ടത്? ഇസ്രായേലികൾ അടിസ്ഥാനപരമായി ഇസ്രായേലികളാണോ ഇന്നത്തെ ഇസ്രായേലികൾ? അവർ യാക്കോബിന്റെ മക്കളാണോ? അവർ എബ്രാഹിമിന്റെ മക്കളാണോ? ഇന്ന് നമ്മൾ വാനോളം പുകഴ്ത്തി സൗകര്യങ്ങൾ ചില ക്രിസ്തീയാധിപത്യമുള്ള രാഷ്ട്രങ്ങൾ വെപ്പൺസ് ആയുധമെല്ലാം കൊടുത്ത് സഹായിച്ചുകൊണ്ട് നടക്കുന്ന ഇന്നത്തെ ഇസ്രായേലികൾ, ഇന്നത്തെ ടെല്ലവീവ് തലസ്ഥാനമായി നടക്കുന്ന ഒരു രാഷ്ട്രത്തിലെ 77.2% ആളുകളും ജൂതന്മാരാണ് അവിടെ. ഈ ജൂതന്മാർ അടിസ്ഥാനപരമായി ജൂതന്മാരാണോ? പോകട്ടെ, അടിസ്ഥാനപരമായി അവർ ഇസ്രായേലികളാണോ? ഇസ്രായേലികളാകണമെങ്കിൽ ഇബ്രാഹിമിന്റെ മക്കളാണ്ടേ. സ്കോട്ട്ലൻഡിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും സ്പെയിനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കയറി വന്ന ഇവർ എന്നെങ്കിലും എബ്രഹാമിന്റെ മക്കളാണോ? അവർ യാഫസിന്റെ മക്കളല്ലേ? യാഫസിന്റെ മക്കൾ യാഗോഗ് മാഗോഗാണ്. അവർ നാശകാരികളാണെന്ന് ബൈബിൾ പഴയ നിയമത്തിലില്ലേ? അപ്പോൾ ബൈബിളിനോട് ക്രിസ്തീയ സമൂഹത്തിനുള്ള ഉത്തരവാദിത്തമാണ് അറബികളോടും ഫലസ്തീനികളോടുള്ള ഉത്തരവാദിത്തം. ഏത് കാലഘട്ടത്തിലും നാശം ചൊരിഞ്ഞവരാണ് യൂറോപ്യന്മാർ. ഏത് കാലഘട്ടത്തിലും അവരാണ് ഇന്ന് ജൂതന്മാരുടെ കുപ്പായം അണിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായ മതങ്ങളെയെല്ലാം അടിസ്ഥാനപരമായ സത്യസന്ധമായ ജൂതമതം ഇന്ന് നിലനിൽക്കുന്ന ജൂതായുസമല്ലാതെ അത് യജൂജുമാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ തോമ്യാസം എഴുതി നിറച്ച് സ്വതാൽപര്യങ്ങളും സ്വജനപക്ഷപാതങ്ങളും കുടിലതന്ത്രങ്ങളും എഴുതി നിറച്ചതല്ലേ തെൽമൂദ്? എന്താ തെൽമൂദിന്റെ അടിസ്ഥാനം? ബ്ലാക്ക് മാജിക്, കൂടോത്രം അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഗ്രന്ഥമുണ്ടാക്കിയതാ തെൽമൂദ്. അതിന്റെ ലക്ഷ്യം കൂടോത്രമായിരുന്നു, ബ്ലാക്ക് മാജിക്. അത് ലോകത്തെ ഭരണാധികാരികൾക്ക് മുഴുവനും അവർ വിറ്റു. ഈ വലിയ വലിയ ആളുകൾക്ക് പലപ്പോഴും അന്ധവിശ്വാസം കൂടും. വലിയ ഫുട്ബോൾ പ്ലെയർമാർക്ക് വലിയ അന്ധവിശ്വാസം ഉണ്ടാവും. ഏത് നമ്പർ കിട്ടണം, ഏത് നമ്പറുള്ള കാറിൽ നടക്കണം, ഏത് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പല ജാതി അന്ധവിശ്വാസങ്ങള്. എന്തുകൊണ്ട്? നേട്ടങ്ങൾക്ക് മുന്നിൽ മനുഷ്യർ പലപ്പോഴും അടിമകളായിരിക്കും. സിനിമാ കമ്പനിക്കാര്, നാടകകൃത്തുക്കള്, പ്ലെയർമാര്, ഭരണാധികാരികൾ അവരെല്ലാം പലപ്പോഴും അന്ധവിശ്വാസികളായിരിക്കും. അന്നും ഇന്നും അന്ധവിശ്വാസികളാണ്. അന്നും ഇന്നും ഉന്നതമായ ഭൗതിക ശ്രേണിയിലുള്ള ആളുകൾക്ക് അടിസ്ഥാനപരമായ ഒരു വേദത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രവാചക ധർമ്മത്തിന്റെയും അടിത്തറ കൈവിലില്ലാത്ത എല്ലാവരും അന്ധവിശ്വാസികളാണ്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഭരണാധികാരികളിൽ 60% ഭരണാധികാരികളും ഇന്നും അന്ധവിശ്വാസികളാണ്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കം അന്ധവിശ്വാസികളാണ്. ഈ അന്ധവിശ്വാസികൾക്ക് വളരെ ആവശ്യമുള്ള സാധനമാണ് എന്ത്? കൂടോത്രം ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിട്ടു ആര്? ജൂതന്മാര്. അതുവഴി ആധുനിക വികാസത്തിന്റെയും വളർച്ചയുടെയും കാലഘട്ടങ്ങളിൽ പിൻവാതിലൂടെ വളർച്ച നേടാൻ വേണ്ടിയിട്ട് പല ഉന്നതന്മാരും ജൂതന്മാരെ ഉപയോഗപ്പെടുത്തി. ആ ജൂതന്മാരെ തന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർക്കാനുള്ള ഏറ്റവും വലിയ ചാരന്മാരുമാക്കി. ആ പണിയാകട്ടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ AD 18-ാം നൂറ്റാണ്ട് മുതൽ ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ വെച്ച് AD 1897 സിയോണിസം ഉണ്ടാക്കിയതിന്റെ 17-ാം വർഷം കൃത്യമായി 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. 1-ാം ലോകമഹായുദ്ധത്തിലെ പാലിലെ വെണ്ണ പോലെയുള്ള ഒരു സാധനമായിരുന്നു ജൂതായുസം. ഉണ്ടായിരുന്നു ഇല്ലേ? ഇല്ല. ആരൊക്കെയായിരുന്നു 1-ാം ലോകമഹായുദ്ധത്തിൽ തുർക്കിക്കെതിരെ ഒന്നിച്ചത്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ. മുസ്ലിം സമുദായത്തിലെ നാശകാരികളായ ചില ആളുകളും അവരെല്ലാം ഒന്നു ചേർന്നു. എന്തിനെതിരെ? അവർക്കെല്ലാം മുകളിൽ ഒരു സാന്നിധ്യമായി, സദാസമയവും സാന്നിധ്യമായി ജൂതന്മാർ. തികഞ്ഞ 17-ാം വർഷം. 7-ലും 17-ലും ഒക്കെ വലിയ കണക്കാണ് ജൂതന്മാർക്ക്. 1897 സിയോണിസം ഉണ്ടാക്കിയത്. അതിന്റെ 17-ാം വർഷമാണ് 1-ാം ലോകമഹായുദ്ധം ഉണ്ടാക്കിയത്.
അവരുടെ ഏറ്റവും വലിയ യുദ്ധം 1967 ഇതൊക്കെ വലിയൊരു കഥയാണ്. ജൂതന്മാർക്ക് അങ്ങനെ ചില സംഖ്യാകണക്കുകളുണ്ട്. അതിന്റെ പിന്നിലും ബ്ലാക്ക് മാജിക് ആണ്. ഒരു കാരണവശാലും മനോഹരമായ ഒരു ധവള ശോഭയുള്ള ചരിത്രത്തെ മൂടിവെക്കാൻ വല്ലാതെയൊന്നും കഴിയില്ല. ചരിത്രം പുറത്തു വരിക തന്നെ ചെയ്യും. ചരിത്രം അതിന്റെ ശക്തമായ തിരിച്ചടി നൽകും. ജൂതന്മാർ ഇതിന് കൃത്യമായി കണക്ക് തീർക്കേണ്ടി വരും. ഫലസ്തീനികൾ ചിരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും സംശയിക്കേണ്ടതില്ല.